നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലൊരു ശബ്ദമുണ്ട് അല്ലേ? ചിലപ്പോൾ നമ്മളെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കും, വേറെ ചിലപ്പോൾ നമ്മളെ തന്നെ ഇരുത്തി വിമർശിക്കും. സത്യം പറഞ്ഞാൽ നമ്മൾ അറിയാതെ തന്നെ നമ്മളെ കൺട്രോൾ ചെയ്യുന്നൊരു പവർഫുൾ വോയിസ്. ആ ശബ്ദത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ പാരന്റിനെക്കുറിച്ച്. ഓക്കേ, അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. ഈ ഒരു ചോദ്യം നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളോട് തന്നെ ചോദിച്ചിട്ടുണ്ടോ? സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അയ്യോ ഇതെൻ്റെ അച്ഛൻ പറയുന്ന പോലെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇതെൻ്റെ അമ്മയുടെ അതേ ഡയലോഗാണല്ലോ എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? നമ്മളറിയാതെ തന്നെ നമ്മുടെ സംസാരത്തിലും പ്രവൃത്തികളുമൊക്കെ എങ്ങനെയാണ് നമ്മുടെ അച്ഛനമ്മമാർ കടന്നു വരുന്നത്? ആ ഒരു ചിന്തയിൽ നിന്നാണ് നമുക്കിന്ന് തുടങ്ങുന്നത്. ശരി, അപ്പോൾ നമ്മുടെ ഉള്ളിലെ ഈ രക്ഷിതാവ്, ഇതിനെന്താണൊരു വിശദീകരണം? നമ്മളിപ്പോൾ പറഞ്ഞ ഈ അനുഭവത്തിന് സൈക്കോളജിയിലൊരു പേരുണ്ട് കേട്ടോ. അതാണ് പാരന്റ് ഈഗോ സ്റ്റേറ്റ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ നമ്മുടെ അച്ഛനും അമ്മമാരുടെ ഒരു വേർഷൻ ജീവിക്കുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ എന്താണ് ഈ പാരന്റ് ഈഗോ സ്റ്റേറ്റ്? നമ്മൾ ജനിച്ചതു മുതൽ ഏകദേശം ഒരു 5 വയസ്സ് വരെയൊക്കെ നമ്മുടെ ചുറ്റുമുള്ളവരിൽ നിന്ന്, അതായത് അച്ഛനമ്മമാരിൽ നിന്ന്, ടീച്ചർമാരിൽ നിന്ന്, അങ്ങനെ മുതിർന്നവരിൽ നിന്ന് കേട്ടും കണ്ടും പഠിച്ച നിയമങ്ങളുടെയും പെരുമാറ്റങ്ങളുടെയും ഒരു വലിയ കളക്ഷനാണത്. ഇതിനെ നമുക്ക് ഇങ്ങനെ സങ്കല്പിക്കാം. നമ്മുടെ തലച്ചോറിനകത്ത് ഒരു ഭയങ്കര വലിയ റെക്കോർഡിംഗ് ലൈബ്രറി ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ കേട്ടതും കണ്ടതുമായ എല്ലാ കാര്യങ്ങളും, അതായത് എല്ലാ ഡൂസ് ആൻഡ് ഡോൺസ് എല്ലാം ഈ ലൈബ്രറിയിലെ ടേപ്പുകളിൽ റെക്കോർഡായിക്കൊണ്ടേയിരിക്കും. ഈ റെക്കോർഡിങ്ങുകളിൽ എന്തൊക്കെയുള്ളതെന്നറിയാമോ? നമ്മൾ ഒരുപാട് തവണ കേട്ട കാര്യങ്ങൾ. ഇത് ചെയ്, അതൊന്നും ചെയ്യരുത്, മുതിർന്നവരെ ബഹുമാനിക്കണം, സൂക്ഷിക്കണം കേട്ടോ, ഇതൊക്കെ ഓർമ്മ വരുന്നില്ലേ? ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ട്, എന്തിനെ എന്നൊന്നും ചോദിക്കാൻ പഠിക്കുന്നതിനു മുൻപേ നമ്മുടെ ഉള്ളിലേക്ക് ആഴത്തിൽ പതിഞ്ഞുപോയ നിയമങ്ങളാണിത്. നമ്മുടെയൊക്കെ സ്വഭാവത്തിൻ്റെ ഒരു ബേസിക് ഫൗണ്ടേഷൻ ഇട്ടത് ഈ ശബ്ദങ്ങളാണെന്ന് തന്നെ പറയാം. ഇനി ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈ പാരന്റിന് ഒരൊറ്റ മുഖമല്ല ഉള്ളത്. ഇതിന് ശരിക്കും 2 വ്യത്യസ്ത ഭാവങ്ങളുണ്ട്, 2 തരം മുഖങ്ങൾ. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അല്ലേ? ഒന്ന്, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന, സംരക്ഷിക്കുന്ന ആ ഒരു ഭാവം. അതിനെ നമുക്ക് നർച്ചറിംഗ് പാരന്റ് എന്ന് വിളിക്കാം. അതായത് നമ്മളെ പരിപാലിക്കുന്ന രക്ഷിതാവ്. ഇനി രണ്ടാമത്തേതോ, എപ്പോഴും നിയമങ്ങൾ പറയുന്ന, ഉപദേശിക്കുന്ന, ചിലപ്പോൾ നമ്മളെ ജഡ്ജ് ചെയ്യുന്ന ഒരു ഭാവം. ഇതിനെ ക്രിട്ടിക്കൽ പാരന്റ് എന്നും പറയാം. അതായത് വിമർശിക്കുന്ന രക്ഷിതാവ്. ഒന്ന് നമ്മളെ സഹായിക്കുമ്പോൾ മറ്റൊന്ന് നമ്മളെ തിരുത്താൻ ശ്രമിക്കുന്നു. നിങ്ങൾക്കിതിൽ ഏതു മുഖമാണ് കൂടുതൽ പരിചയം? ഇതാണ് ആ നർച്ചറിംഗ് പാരന്റിന്റെ ശബ്ദം. വിഷമിക്കേണ്ട, നമുക്കിത് ശരിയാക്കാം. കേൾക്കുമ്പോൾ തന്നെ ഒരു ആശ്വാസമില്ലേ? എന്ത് പ്രശ്നമുണ്ടേലും കൂടെയുണ്ടെന്ന് പറയുന്ന ആ ഒരു ധൈര്യം, ആ ഒരു സപ്പോർട്ടീവ് സമീപനം. ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് കേട്ടു നോക്കൂ. നീ എപ്പോഴും ഇങ്ങനെ തന്നെയാ. ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു നെഗറ്റീവ് ഫീലല്ലേ? ഇതാണ് ആ ക്രിട്ടിക്കൽ പാരന്റ്. എപ്പോഴും കുറ്റപ്പെടുത്തുക, പഴയ തെറ്റുകൾ ഓർമ്മിപ്പിക്കുക. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ദേഷ്യം വരും, അല്ലെങ്കിൽ സങ്കടം വരും, അല്ലേ? അപ്പോൾ ഈ 2 ശബ്ദങ്ങളും നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ, നമ്മുടെ സംസാരത്തിലും ബന്ധങ്ങളിലുമൊക്കെ എങ്ങനെയാണ് പുറത്തുവരുന്നത്? നമുക്ക് റിയൽ ലൈഫിലൊരു സിറ്റുവേഷൻ നോക്കാം. ഒന്ന് ഇമാജിൻ ചെയ്യൂ, നിങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിന് എന്തോ ഒരു അബദ്ധം പറ്റി. ഇത് ആർക്കും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്, അല്ലേ? ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ ആദ്യത്തെ റിയാക്ഷൻ എന്തായിരിക്കും? നിങ്ങളുടെ പ്രതികരണത്തിന് 2 വഴികളുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ക്രിട്ടിക്കൽ പാരന്റാവും സംസാരിക്കുക. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ നിന്നോട്. അതേസമയം നർച്ചറിംഗ് പാരന്റാണ് സംസാരിക്കുന്നതെങ്കിൽ ഇങ്ങനെയാകും. അതൊന്നും സാരമല്ലടാ, നമുക്കൊരുമിച്ച് ഇതിനൊരു പരിഹാരം കാണാം. കണ്ടോ, ഒരേ സിറ്റുവേഷൻ, പക്ഷേ 2 തരം റെസ്പോൺസ്. ആ നിമിഷം നിങ്ങളുടെ ഉള്ളിലെ ഏത് പാരന്റാണോ ആക്റ്റീവ് ആകുന്നത് അതനുസരിച്ചിരിക്കും നിങ്ങളുടെ പ്രതികരണം. അപ്പോൾ ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. നമ്മുടെ ഉള്ളിലെ ഈ 2 ശബ്ദങ്ങളെയും തിരിച്ചറിയുക എന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അതിനുവേണ്ടി നിങ്ങൾക്കായിട്ടൊരു ചെറിയ ഒബ്സർവേഷൻ ചാലഞ്ച് തരാം. ഇതൊരു സിമ്പിൾ എക്സസൈസാണ്. ഇന്ന് നിങ്ങൾ ആരോടൊക്കെ സംസാരിക്കുന്നുണ്ടോ അതൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് സ്വയം ചോദിക്കുക, ഞാൻ എപ്പോഴാണ് മറ്റൊരാളെ ഉപദേശിക്കുന്നത് അല്ലെങ്കിൽ നിയമങ്ങൾ പറയുന്നത്? അതുപോലെ ഞാൻ എപ്പോഴാണ് ഒരാളെ ആശ്വസിപ്പിക്കുന്നത് അല്ലെങ്കിൽ ധൈര്യം കൊടുക്കുന്നത്? എന്നിട്ട് അവസാനമായിട്ട് ഒന്നുകൂടി ചോദിക്കുക, ഇപ്പോൾ സംസാരിച്ചത് എൻ്റെ ഉള്ളിലെ നർച്ചറിംഗ് പാരന്റാണോ അതോ ക്രിട്ടിക്കൽ പാരന്റാണോ? ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്താൽ മതി. നമ്മളെ തന്നെ മനസ്സിലാക്കാൻ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിലെ പാരന്റിനെ കണ്ടുമുട്ടി, അല്ലേ? പക്ഷേ കഥ ഇവിടെ തീരുന്നില്ല. നമ്മുടെ ഉള്ളിൽ ഒരു പാരന്റ് മാത്രമല്ല ഉള്ളത്, വേറൊരാൾ കൂടിയുണ്ട്, നമ്മുടെ ഉള്ളിലെ കുട്ടി. ആ ഇന്നർ ചൈൽഡിനെ കാണാൻ നിങ്ങൾ റെഡിയാണോ? അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത തവണ സംസാരിക്കാം.